അതെ, ഓടി നടന്നും ചാടിക്കളിച്ചും മുടിയൊന്നും ഇനി ചെതറിച്ചേക്കരുത്. പോകാൻ വണ്ടി കേറുന്നവരെ ഇതേപോലെ തന്നെ കാണണം. ഓക്കെ? നടന്നത് തന്നെ. ഒരു മിനിറ്റ് അടങ്ങിയിരിക്കാത്തവന്റെ മുടി മാത്രം അതേപടി ഇരിക്കുവോ? കണ്ടറിയാം നമുക്ക്. ഞാൻ മര്യാദക്കിരിക്കും. വേഗം നാട്ടിൽ പോയാ മതി. ആശാന് നാട് കാണാൻ ധൃതിയായി. ആ പേരിലെങ്കിലും മര്യാദക്കിരിക്കുന്ന എനിക്ക് തോന്നുന്നു. അച്ഛന് മാത്രല്ല, ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട് നാട് കാണാൻ. അതെനിക്കറിയില്ലേ, അതുകൊണ്ടല്ലേ കെട്ടി വീട്ടിൽ കൊണ്ടുപോയേക്കാന്ന് ഞാനങ്ങ് തീരുമാനിച്ചത്. ആദ്യം അച്ഛന്റെ അമ്മയുടെ സമ്മതം കിട്ടുമെന്ന് നോക്ക്, എന്നിട്ടല്ലേ തീരുമാനം എടുക്കല്. എല്ലാവരും നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ. ഇതിപ്പോ ഉത്സവം അവിടെ ഇന്ന് തന്നെ നടത്തുകയാണോന്നാ എന്റെ സംശയം. വേണമെങ്കിൽ അവര് നടത്തിക്കോട്ടെ തന്നെ. എന്തായാലും ആദ്യമായിട്ട് നാട്ടില് പോകുമ്പോ തീരെ മോശമാവാൻ പാടില്ലല്ലോ. വേഷത്തിലും ഭാവത്തിലും മാത്രം പോരാ, അവനവന്റെ സ്വഭാവത്തിലും ഉണ്ടാവണം ഐക്യവും ബഹുമാനവും പരസ്പര ധാരണയും ഒക്കെ. ആര് കണ്ടാലും അത്ഭുതപ്പെടണം. വേറൊരു നാടിനെയും നാട്ടുകാരെയുമാ നമ്മൾ കാണാൻ പോകുന്നത്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അത് മറക്കരുത് ആരും. ഇത് നിന്നെ ഉദ്ദേശാണ്, നിന്നെ തന്നെ ഉദ്ദേശാണ്, നിന്നെ മാത്രം ഉദ്ദേശാണ് ഏട്ടത്തി പറഞ്ഞത്. ആഹാ, ആണെങ്കിൽ കണക്കായി പോയി. എന്തായാലും അവിടെ പോയിട്ടും തന്നോട് മാന്യമായി പെരുമാറാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനത് പ്രതീക്ഷിക്കുന്നില്ല നിന്റെ കയ്യിൽ. പക്ഷെ ഒരു കാര്യം പറയാം, നീ ഇവിടെ എടുക്കുന്ന അഭ്യാസം അടവൊന്നും അവിടെ ചെലവാകുന്നു പ്രതീക്ഷിക്കണ്ട. എന്റെ നാടും വീടോ മോളെ അത്. അവിടെ എനിക്കാണ് മേൽക്കയ്യ്. അച്ഛനും അമ്മയും പോലും എന്റെ കൂടെ നിൽക്കൂ. നിന്നെ വേണമെങ്കിൽ കാലേ വരെ നിലത്തടിച്ചാലും ആരും എന്നോട് ചോദിക്കാൻ വരില്ല അവിടെ. അത്ര തന്നെ. മുരളി, മതി. ഇത്ര ലോക്കൽ വർത്തമാനമൊന്നും ഇവിടെ വേണ്ട. എടോ മനുഷ്യ, തന്റെ നാട്ടിലേക്കും വീട്ടിലേക്കും ഞാൻ വരാന്ന് തീരുമാനിച്ചത് തന്നെ ആ അച്ഛന്റെ അമ്മയുടെയും കൂടെ നിൽക്കാലോ എന്ന സന്തോഷത്തില്, അല്ലാതെ തന്റെ താളത്തിനൊത്ത് തുള്ളാനല്ല. എന്ത് കുബുത്തിയടി നീ ആലോചിക്കുന്നേ? എനിക്കിട്ട് എങ്ങനെ പാര വെക്കുന്നാവല്ലേ? അല്ലെന്ന് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ല. അച്ഛനെയും അമ്മയും കണ്ടു കൊതി തീരാത്തവർക്ക് അവരെന്തുമാത്രം പ്രിയപ്പെട്ടവരാണെന്ന് പറഞ്ഞു മനസ്സിലാവൂ. ശരി ശരി, ആലോചിച്ചോ. നീ എന്തുമാത്രം വേണമെങ്കിലും ആലോചിച്ചോ. പക്ഷെ ഒന്നും നടക്കില്ല, അത്ര തന്നെ. എന്താടി? നീ പോടാ. എന്താടി നിന്നെ വിളിച്ചേ? പോടാന്ന്. ഏട്ടത്തി ഇത് കേട്ടോ? ഇവളെന്നെ വിളിച്ച എന്താണെന്ന് കേട്ടോ? എന്താ മുരളി? ഒന്നുമില്ല ചേച്ചി, നാട്ടിലേക്ക് അച്ഛനും അമ്മയും കാണാൻ വേഗം പോണ്ടേന്ന് പറയുമായിരുന്നു. ഇങ്ങനെ വേറെന്തൊക്കെയോ കേട്ടും തോന്നുന്നു. എടാ എന്നെ വിളിച്ചത്? പോവണ്ടേന്ന് പറഞ്ഞതാ. ഉടനെ ദുർവ്യാഖ്യാനം ചെയ്തു നോക്ക്. മതി. ഇനി അവിടെ ചെന്ന് തല്ലുകൂടിക്കൊള്ളണം രണ്ടെണ്ണം. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാ ഇവളെ നിലക്ക് നിർത്താനുള്ള വഴിയൊക്കെ എനിക്കറിയാം ഏട്ടത്തി. ഓ, എങ്കിൽ പിന്നെ അവിടെ എത്തുന്നത് വരെ നീ അങ്ങ് സഹിക്കേ. കഴിഞ്ഞില്ലേ കാര്യം? എല്ലാരും റെഡിയായോ? ഇറങ്ങാപ്പോ. എനിക്ക് ബാഗ് എടുക്കാനുണ്ട്. അച്ഛന്റെ പുറകെ നടന്ന എന്റെ സമയം മുഴുവൻ പോയി കിട്ടി. അമ്മയെ എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയല്ലേ? ആ അച്ചടാ, ഇല്ലല്ലോ. മോന്റെ കാര്യം നോക്കേണ്ടത് അമ്മയുടെ ഉത്തരവാദിത്വമല്ലേ? ഗുഡ് അമ്മ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഹലോ. ഓക്കെ സാർ. ശരി ശരി. ഇല്ല, ഇന്ന് വേറെ പരിപാടിയൊന്നും പിടിക്കുന്നില്ല. അമ്മ എന്നാ ബാഗ് എടുക്കട്ടെ. അഞ്ജലി, ഒരു മിനിറ്റ്. ആ ശരി സാർ, ഞാൻ വരാം സാർ. വിളിച്ചാ മതി. ആ ആ ഓക്കെ സാർ, പറയാം സാർ, വിളിച്ചാ മതി. ആ എന്താ പ്രസാദേട്ടാ? നമ്മുടെ ആ കസവോടയിലെ ക്ലയന്റാ വിളിച്ചത്. അയാൾക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന്. അവരൊരു പുതിയ ബിൽഡിംഗ് ഇനോഗ്രേഷൻ ചെയ്യാൻ പോവാ. ഇപ്പൊ പോണോ? നമുക്ക് ഇറങ്ങണ്ടേ? അങ്ങനെ പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ, ബിസിനസ് കാര്യമല്ലേ. ഒരു കാര്യം ചെയ്യാം, ഇപ്പോ ബാക്കിയുള്ളവർ പോട്ടെ, ഞാൻ തിരികെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം രണ്ടാമത്. ഞാൻ നിൽക്കില്ല.
എനിക്ക് വേഗം പോണം നാട്ടില്. എന്നാ നീ ഞങ്ങളുടെ കൂടെ പോരടാ അച്ചു. ആ ഒരു ഭാര്യയും ഭർത്താവും സൗകര്യം പോലെ പിന്നാലെ വന്നോട്ടെ. ഓക്കെ, സമ്മതം. ശരി, അപ്പം നിങ്ങളൊരു ടാക്സി വിളിച്ചു വെക്കോ. ഞങ്ങള് രണ്ടാമത് വന്നേക്കാം. ശരി. എന്നാ ഞാൻ ആ സാറിനെ പോയെന്ന് കാണട്ടെ. കൊച്ചേട്ടാ, ഇതൊരു പ്ലാനിംഗ് ആണോ എന്ന് സംശയം. എന്ത് സംശയം? നീ തെളിച്ചു പറയടാ ഹരി. ഈ ഫോൺ കോളും പിന്നെ മീറ്റിംഗും, തിരക്കിട്ടുള്ളൊരു പോക്കും, ഭാര്യയും ഭർത്താവും പിന്നീട് ഒരുമിച്ച് വന്നേക്കാമെന്നുള്ളൊരു തീരുമാനവും, ഇതൊക്കെ ഒരു പ്ലാനിംഗ് ആണെങ്കിലോ? മനസ്സിലായില്ല. അതായത് എല്ലാവരും കൂടി മിഥുനം സിനിമയിലെ പോലെ ട്രിപ്പ് പോകുന്നതിന് പകരം ഇതിപ്പോ രണ്ടുപേർക്കും തനിയെ ബൈക്കിലങ്ങ് പോരാലോ. യുവമിഥുനങ്ങളെ പോലെ. എങ്ങനെയുണ്ട്? ആണോ ഏട്ടത്തി? സത്യമാണോ? ഒന്ന് പോ മുരളി. ഈ നുണക്കുട്ടൻ ഹരി ആലോചിക്കുന്ന മണ്ടത്തരത്തിന് സമാധാനം പറയലാണോ എന്റെ ജോലി? നിങ്ങൾ വേഗം പോവാൻ നോക്ക്. ഇത് ഏട്ടത്തിയുടെ നമ്പരാ. ഞാൻ പറഞ്ഞതിലും കാര്യമുണ്ട് മുരളിയേട്ടാ, ഉറപ്പാ. അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് പോവാം. വാ. വന്നേ. ഒരു മിനിറ്റ്. ഉമ്മ, അമ്മ വേഗം വന്നേക്കണേ. യാത്ര പറയൊന്നും വേണ്ട, പൊയ്ക്കോ. സാർ ഇന്ന് നല്ല മൂഡിലാണെന്ന് തോന്നണല്ലോ. പതിവില്ലാത്തൊരു മൂളിപ്പാട്ടും പുഞ്ചിരിയൊക്കെ. കാര്യമുണ്ട് മണിച്ച. പോസിറ്റീവ് എനർജി കിട്ടുന്നിടത്തേക്കാണ് പോകുന്നെന്ന് ഓർക്കുമ്പോ തന്നെ ഒരു സന്തോഷ. അതെന്താ സാർ അത്രക്കൊരു പോസിറ്റിവിറ്റി? നമ്മൾ ആ പ്രസാദിനെ ഭാര്യ കാണാനല്ലേ പോണത്. ആ, ഈ പറച്ചിന് ഉത്സാഹം കണ്ടാ തോന്നുമല്ലോ രാധയെ കാണാനാണ് പോണെന്ന്. താൻ പറഞ്ഞത് ശരിയാ. രാധയെക്കുറിച്ച് ഓർക്കുമ്പോഴും അവളെ കാണാൻ പറ്റുമെന്ന് തീർച്ചയാവുമ്പോഴും മാത്രമാണ് സാധാരണഗതിയിൽ എനിക്ക് ഇത്രയും ഉത്സാഹം തോന്നാറ്. അവളാ എൻ്റെ ഏറ്റവും വലിയ ലഹരി. പക്ഷേ ഇന്നെൻ്റെ ഏറ്റവും വലിയ മറ്റൊരു സന്തോഷം അച്ചുവിനെ കൂടി കാണാമെന്നുള്ളത്. പ്രസാദിന്റെ മകനില്ലേ, അവനെ ഞാൻ എൻ്റെ മകനായിട്ടാണ് കണ്ടിരിക്കുന്നത്. അറിയാം. സത്യം പറഞ്ഞ അതിപ്പോഴും വലിയ അതിശയ സാറേ. ആ കുട്ടിയോട് സാറിന് എന്താ ഇത്ര വലിയ അടുപ്പമൊന്നും? രക്തമൊന്നും അല്ലല്ലോ. അറിയില്ലടോ, എന്തെങ്കിലും ഒരു മുജ്ജന്മ ബന്ധം കാണുമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ആദ്യം കണ്ടപ്പോൾ മുതൽ അവന് എനിക്ക് നല്ല പരിചയം തോന്നുമോ? ആത്മാവിൽ തൊടുന്ന അടുപ്പം ഫീൽ ചെയ്യോ? ഒരിക്കലുമില്ല. അവൻ എനിക്ക് പിറക്കാതെ പോയ മകൻ തന്നെയാ മണിച്ച, എന്റെ അച്യുത്. അത് നല്ല കാര്യം. പക്ഷെ സാറേ, നമ്മൾ ചെല്ലുമ്പോൾ പ്രസാദ് ആ വീട്ടിലില്ലെങ്കിലും നമ്മൾ വിളിക്കാതെ പറയാതല്ലേ ചെല്ലുന്നത്. പ്രസാദ് ഇല്ലാതെ വരില്ലടോ. അയാൾ ഇത്രയും നേരത്തെ ഒരു കാരണവശാലും പുറത്തേക്ക് പോവില്ല. അത്രയ്ക്ക് അങ്ങ് ഉറപ്പിക്കാൻ പറ്റില്ല സാറേ. മനുഷ്യന്റെ കാര്യമാണ്. എപ്പോഴെന്ത് അത്യാവശ്യം വന്നുകൂടാന്ന് ആർക്കും പറയാൻ പറ്റൂല. ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ആ തിരുമേനി അസിസ്റ്റന്റും കൂടെ ഇപ്പോഴേ വീട്ടിൽ വന്നതാണ്. ദമ്പതികളില്ലാതെ അഖണ്ഡ നരനാരിയെ പൂജ നടക്കുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഈ പ്രസാദിനെ കിട്ടിയില്ലെങ്കിലേ പിന്നെ സമയനഷ്ടവും പണനഷ്ടവും മാത്രമായിരിക്കും ഫലം. തന്നെയുമല്ല, സാറിന്റെ കഷ്ടകാലൊട്ട് മാറാനും പോണില്ല. അതാണ് പ്രശ്നം. അത് സാരമില്ലടോ. എന്തായാലും പ്രസാദ് വീട്ടിലില്ലാതെ വന്നാൽ അയാളുടെ ഭാര്യയെങ്കിലും വീട്ടിൽ കാണാതിരിക്കില്ലല്ലോ. അവരും ഞാനും ഫോണിൽ ഒരുപാട് സംസാരിച്ചിട്ടുള്ളത്, നേരിൽ ഒരിക്കൽ കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രസാദിന്റെ ഭാര്യയെ കാണും, സംസാരിക്കും. ഞാൻ വീട്ടിലെത്തിയെന്നറിഞ്ഞ അപ്പം തന്നെ പ്രസാദ് ഓടി വരും. അത് തീർച്ചയാ. അത് ശരിയാ. സാറിന് പ്രസാദിന്റെ വലിയ കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതല്ലേ
സ്വന്തം മോനെ പോലും സാറിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്താൻ സമ്മതിച്ചത്? കറക്റ്റ്. എന്റെ കൂടെപ്പിറപ്പിനെ പോലെയാ മണിച്ച. ഒന്നുമില്ലെങ്കിലും എന്റെ അച്ഛൻ്റെ അച്ഛനല്ലേ അയാള്. ഒരു കാര്യം എന്തായാലും തീർച്ചയാ, നമുക്ക് എന്തായാലും നിരാശപ്പെടേണ്ടി വരില്ല. പ്രസാദ് അവിടെ ഇല്ലെങ്കിലും ഭാര്യ അഞ്ജലി അവിടെ ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാ. അയ്യോ, വെറുതെ തെറ്റിദ്ധരിക്കല്ലേ. ഞാനൊരിക്കലും മനഃപൂർവ്വം ഇങ്ങോട്ട് വരാതിരിക്കുന്നതൊന്നുമല്ല. കല്യാണ സീസൺ അല്ലേ രാജീവേ, നിന്ന് തിരിയാൻ നേരമില്ല. ഇപ്പൊ തന്നെ ഒരു മാരേജ് പാർട്ടിയെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. അവരെത്താൻ കുറച്ച് താമസമുണ്ടെന്ന് പറഞ്ഞോണ്ട് മാത്രം നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാ. ഓ, നിനക്കിപ്പോഴും നാട്ടുകാരുടെ കല്യാണം കേമമായിട്ട് നടത്തലാണല്ലോ പണി. പക്ഷെ സ്വന്തം കല്യാണത്തിന് ഓരോല ചോറ് തന്നോടാ നീ? ഇല്ലല്ലോ. സാറേ, ദേ പ്രസാദ് നിൽക്കുന്നവിടെ, ആ ബസ് സ്റ്റോപ്പിന്റെ അവിടെ. ഹലോ പ്രസാദ്. ഹലോ സാർ. ഒരു മിനിറ്റ്. ആ ശരി. ഗുഡ് മോർണിംഗ് നാഥൻ സാർ. വെരി 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 ഗുഡ് മോർണിംഗ്. ആക്ച്വലി ഞങ്ങൾ പ്രസാദിനെ കാണാൻ വേണ്ടി വരികയായിരുന്നു. ഇതിനെയാണ് തേടിയ വള്ളി കാല് ചുറ്റിയെന്ന് പറയുന്നത്. ഹേയ്, അത് വെറുതെ. എന്നെ കാണാനാണ് വരുന്നെങ്കിൽ ഉറപ്പായി സാറിനെ ഫോണിൽ വിളിച്ചേനെ. വിളിച്ചില്ലല്ലോ. ഇതിപ്പോ ഇതുവഴി പാസ് ചെയ്യുന്ന നേരത്ത് എന്നെ കണ്ട് വണ്ടി നിർത്തിയെന്ന് മാത്രം. ശരിയല്ലേ മണിച്ചൻ ചേട്ടാ? അല്ലെന്നേ, സത്യമായിട്ടും ഞങ്ങൾ പ്രസാദിന് വീട്ടിലോട്ട് വരികയായിരുന്നു. പ്രസാദ് വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങുന്നതിന് മുമ്പേ അവിടെ എത്തണമെന്ന വാശിയില്ല ഇത്രയും നേരത്തെ പുറപ്പെട്ടത് തന്നെ. എന്താടോ തനിക്ക് മണിച്ചൻ പറഞ്ഞിട്ട് വിശ്വാസമാവാത്ത പോലെ? ഏയ്, അങ്ങനെയല്ല സാർ. സാറിന് എന്തായാലും ഇപ്പൊ എന്റെ വീട്ടിലേക്ക് വരേണ്ട കാര്യമില്ലല്ലോ. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാ ഞാൻ സാറിന്റെ അടുത്തേക്ക് ഓടി വരാറുള്ളത്. അതൊക്കെ എനിക്കറിയാം പ്രസാദ്. അതുകൊണ്ടാണല്ലോ തന്നെ ഞാൻ എൻ്റെ സ്വന്തം ബ്രദറായിട്ട് കാണുന്നത്. ആക്ച്വലി ഇന്ന് വളരെ അത്യാവശ്യമായിട്ട് തൻ്റെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. അത് മുന്നറിയിപ്പ് പോലും ഇല്ലാതെ ഇപ്പൊ ഞാൻ ഈ പിടച്ചടിച്ചിങ്ങി വന്നത്. നാഥൻ സാറിന് എന്റെ സഹായോ? സാറിനെ പോലൊരു വലിയ മനുഷ്യനെ സഹായിക്കാനും മാത്രം എന്തിരിക്കുന്നു സാർ എന്റെ കയ്യില്? അയ്യോ, സാറ് കാശ് കടഞ്ഞു വയ്ക്കാൻ വന്നാണെന്ന് വിചാരിച്ചോ? ഇതല്ല പ്രസാദേ, ആളാലുള്ള സഹായം, ആൾ സഹായം. വളച്ചു കെട്ടാതെ ഞാൻ തന്നെ കാര്യം പറയാം. കഴിഞ്ഞ കുറേ കാലമായി എൻ്റെ ജീവിതം വലിയ പ്രശ്നങ്ങളിലാണ്. അമ്മ ജാതകം എടുത്ത് നോക്കിയപ്പോൾ കണ്ടകശനിയാ പ്രശ്നം. കണ്ടകശനി കൊണ്ടേ പോകുന്ന പറച്ചില്. അങ്ങനെ കാലം വന്ന് കൊണ്ടുപോയാലെന്ന് പേടിച്ച് പ്രശ്നം വെച്ച് പരിഹാരം ആലോചിച്ചു. എന്ത് പരിഹാരം? ഒരു പൂജ നടത്തണം. അഖണ്ഡ നരനാരി പൂജ എന്ന് പറയും. അതിനായിട്ട് സർവ്വവിധ പൊരുത്തവും തികഞ്ഞൊരു ദമ്പതിയെ വേണം. അവർ പൂജാസ്ഥലത്ത് വന്ന് പുടവ സ്വീകരിച്ച് ദക്ഷിണ വാങ്ങി അവർ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചാൽ മാത്രമേ അഖണ്ഡ നരനാരി പൂജാകർമ്മങ്ങൾ പൂർത്തിയാവൂ. ഇന്ന് എന്നെ പൂജ നടത്താമെന്ന് ഇന്നലെ രാത്രിയിലാണ് തീരുമാനിച്ചത്. ഈ അവസാന നിമിഷം എല്ലാവിധ പൊരുത്തവും തന്നെ ദമ്പതികളെ എവിടെ നിന്ന് കിട്ടാനാ? അതിനാണ് പ്രസാദിന്റെ സഹായം സാറ് ചോദിച്ചു വന്നിരിക്കുന്നത്. അതിനിപ്പോ എന്താ സാർ? സാർ ഇത്ര നിസ്സാരമായൊരു ആവശ്യമായി വന്നിട്ട് തള്ളിക്കളെ എനിക്ക് പറ്റില്ലല്ലോ. വെരി ഗുഡ്, താങ്ക്സ് എ ലോട്ട്. കണ്ടോടോ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേണ്ടി പ്രസാദ് എന്തും ചെയ്യുമെന്ന്. ഏയ്, അങ്ങനെ ഷോ കാണിക്കലൊന്നും ഇല്ലെന്നേ. അല്ല, ഈ ദമ്പതികളെന്ന് പറയുമ്പോ ഈ അടുത്ത് ഞാൻ നടത്തിയൊരു ഇവന്റ് ഉണ്ട്. ഒരു ഡോക്ടർ ഉമാദത്തൻ സാറിന്റെ മകൾ പൂർണിമയുടെ അവരുടെ ഹസ്ബൻഡ് അഭിലാഷ്. രണ്ടുപേരെ ഞാൻ വിളിച്ചു നോക്കാം. അവർ ഒന്നാന്തരം കപ്പിൾസ് ആയിരിക്കും ഈ പൂജയ്ക്ക് ഗസ്റ്റായിട്ട് വരാൻ. അല്ല സാറേ, അയ്യോ പ്രസാദ്, എനിക്ക് സഹായം വേണ്ടത് മറ്റേതെങ്കിലും ദമ്പതിയെ വാടകയ്ക്കെടുക്കാനല്ല. പ്രസാദ് തന്നെ വേണം സ്വന്തം ഭാര്യയായിട്ട് വന്ന്
പൂജയിൽ പങ്കെടുക്കാൻ. അയ്യോ, അതിനെനിക്ക് ഭാര്യയില്ലല്ലോ സാർ. എന്താ, തനിക്ക് ഭാര്യ ഇല്ലെന്നോ? പിന്നെ ഞാൻ കണ്ടതാരാ? സ്കൂളിൽ വെച്ച അഞ്ജലി. ഈശ്വര, അഞ്ജലി എന്റെ ഭാര്യയല്ലെന്ന് എങ്ങനെ പറയും? അച്ഛനെ കുറിച്ച് ചോദിച്ചാ അവൻ എന്റെ മകനല്ലെന്ന് പറയാനും പറ്റില്ലല്ലോ. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ പ്രസാദ്? തനിക്ക് ഭാര്യ ഇല്ലെങ്കിൽ ആ അഞ്ജലി എന്ന് പറയുന്ന സ്ത്രീ ആരാ? നമ്മുടെ അച്ഛൻ ആരാ തന്റെ? അത് പിന്നെ അഞ്ജലി എന്റെ ഭാര്യയാണ് സാർ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്റെ ഭാര്യ ഇവിടെ ഇല്ലെന്നാണ്. നിങ്ങൾ കേട്ടന്റെ കുഴപ്പം. അങ്ങനെ. ഓ ശരി, അഞ്ജലി എവിടെയാ ഇപ്പോ? അഞ്ജലി വീട്ടിലുണ്ട് സാർ. വെരി ഗുഡ്. അപ്പൊ എന്താടോ, താൻ വരില്ലേ അഞ്ജലിയും കൂട്ടി പൂജയ്ക്ക് ഇരിക്കാൻ? അത് സാർ, ആക്ച്വലി ഞങ്ങളിന്ന് എന്റെ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. എനിക്കൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ തിരിക്കും. അപ്പൊ മൊത്തം പൊളിഞ്ഞല്ലോ പ്ലാനുകൾ. ഈ പ്രസാദ് വെറുതെ ഒഴിഞ്ഞു മറന്നാ സാറേ. സാറിന് പ്രസാദിനോടുള്ളതിന്റെ പകുതി ആത്മാർത്ഥത പോലും ഇയാൾക്ക് തിരിച്ചില്ല. അതാണ് സത്യം. അയ്യോ പ്ലീസ്, അങ്ങനെ വിചാരിക്കുന്ന കഷ്ടമാണ്. ഞാനും അഞ്ജലി ഒഴിച്ച് ബാക്കി വീട്ടിലുള്ള എല്ലാവരും നാട്ടിലേക്ക് പോയി കഴിഞ്ഞു. ഇന്ന് തന്നെ ഞങ്ങളും എത്തുന്ന അവർക്ക് വാക്ക് കൊടുത്തിരിക്കുന്നേ. ഓക്കെ, മനസ്സിലായി പ്രസാദ്. പക്ഷെ ഞാൻ ഒന്നുകൂടി റിക്വസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ആവശ്യത്തെ വില കുറച്ച് കാണുകയല്ല, ഒപ്പം തന്നെ എൻ്റെ അത്യാവശ്യത്തെ പ്രസാദ് കൂടി പരിഗണിച്ചാൽ അത് വളരെ വലിയൊരു കാര്യമായിരിക്കും. ഒരു 2-3 മണിക്കൂർ നിങ്ങൾ എനിക്ക് തന്നാൽ മതി. ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഹെൽപ്പ് ഫോർ അസ്. സത്യം പറഞ്ഞ തിരുമേനി പറഞ്ഞത് ഈ പൂജ നടത്താൻ വൈകുന്ന ഓരോ നിമിഷവും സാറിന്റെ ജീവൻ പോലും അപകടത്തിലാണെന്നാ. അതാ സാറിങ്ങനെ റിക്വസ്റ്റ് ഒക്കെ ചെയ്യുന്നത്. ഓ വേണ്ട മനുഷ്യ, മതിയാക്കാം. ഇതിൽ കൂടുതൽ ഒരാളോട് ചോദിക്കുന്നത് ശരിയല്ല. ബുദ്ധിമുട്ടിച്ചതിന് സോറി പ്രസാദ്. പോട്ടെ. അപ്പോൾ ഹാവ് എ നൈസ് ട്രിപ്പ്. സാർ, ജസ്റ്റ് മിനിറ്റ്. എനിക്ക് സമ്മതമാണ്. ഞാൻ പൂജയ്ക്ക് വന്നോളാം. പക്ഷേ പൂർണ്ണമായും കൺഫേം ചെയ്യണമെങ്കിൽ എനിക്ക് അഞ്ജലിയോട് കൂടി ഒന്ന് ചോദിക്കണം. എന്നാലേ അവസാനമാക്കി പറയാൻ പറ്റൂ. അതിനെന്താ, താൻ വണ്ടി കയറ്, നമുക്ക് വീട്ടിലേക്ക് പോവാം ഇപ്പൊ തന്നെ. വീട്ടിലേക്ക് പോകണമെന്നില്ല സാർ, ഞാനൊന്ന് വിളിച്ചു നോക്കാം. ഹലോ പ്രസാദ് ഏട്ടാ. അഞ്ജലി, എൻ്റെ കൂടെ ഇപ്പോൾ നാഥൻ സാറുണ്ട്. അദ്ദേഹത്തിനൊരു അത്യാവശ്യം, നമ്മളോടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. നാഥൻ സാറിന് നമ്മുടെ ഹെൽപ്പോ? അത് അതിശയമാണല്ലോ. എന്താ കാര്യമെന്ന് പറഞ്ഞോ? അത് പിന്നെ ഇങ്ങ് തരൂ പ്രസാദ്, ഞാൻ സംസാരിക്കാം. ഹലോ ഹലോ അഞ്ജലി, എന്നെ മനസ്സിലായോ? ഞാൻ നാഥാണ്. മനസ്സിലായി സർ. സാറ് പറഞ്ഞോളൂ. പറയാം. അതിനു മുമ്പ് നിങ്ങൾ നാട്ടിൽ പോകാൻ നിൽക്കായിരുന്നല്ലേ? അതെ, പ്രസാദേട്ടൻ പറഞ്ഞു അല്ലേ? പറഞ്ഞു. പക്ഷേ എനിക്ക് നിങ്ങളെ കൊണ്ടൊരു ആവശ്യമുണ്ട്. ജസ്റ്റ് ഒരു 3-4 മണിക്കൂർ. ഇതൊരു അത്യാവശ്യമൊന്നും വേണം പരിഗണിക്കാൻ. ഇതെൻ്റെ ഒരു റിക്വസ്റ്റ്. അയ്യോ സർ, സാർ അങ്ങനെയൊന്നും പറയണ്ട. കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി കഴിഞ്ഞത്. എൻ്റെ ഭാര്യ മരിച്ചു, എൻ്റെ മകൻ എവിടെയാണെന്ന് അറിയില്ല, വീട്ടിൽ സമാധാനമില്ല, തുടങ്ങി നിരവധി പ്രശ്നങ്ങളാണ്. ആക്ച്വലി ഈ പൂജ മാത്രമാണ് എല്ലാത്തിനുമുള്ള ഏക പോംവഴി. അതിന് നിങ്ങൾ കൂടി സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം.
സാറ് പറഞ്ഞ അവസ്ഥ എനിക്ക് മനസ്സിലായി സർ. എന്ത് ചെയ്യാനാ, ജീവിതത്തില് എല്ലായ്പ്പോഴും നല്ലത് മാത്രമല്ലല്ലോ ഈശ്വരൻ നൽകാറ്. തളരാതെ പിടിച്ചു നിൽക്കണമെന്നേ പറയാൻ പറ്റൂ. എന്തായാലും ഇതൊരു നല്ല കാര്യത്തിനല്ലേ. എനിക്ക് പൂജയിൽ വന്നിരിക്കാൻ ഒരു വിരോധവും ഇല്ല സർ. പ്രസാദേട്ടന്റെ കൂടി അഭിപ്രായം അറിയണമെന്ന് മാത്രം. ഗ്രേറ്റ്, സൂപ്പർ. പ്രസാദ് ആദ്യമേ സമ്മതിച്ചു കഴിഞ്ഞു. ഇപ്പതാ അഞ്ജലി. താങ്ക് യു സോ മച്ച് അഞ്ജലി. ആ, ഞാൻ പ്രസാദിന് ഫോൺ കൊടുക്കാം. ദാ പ്രസാദ്. ഞാൻ വിളിക്കാം അഞ്ജലി. ആ ശരി. അഞ്ജലി സമ്മതിച്ചു. ആൻഡ് യു ആർ സോ ലക്കി മാൻ. അഞ്ജലിയെ പോലെ ഒരാളെ ഭാര്യയായിട്ട് കിട്ടിയില്ലേ. ഷീസ് എ വെരി അണ്ടർസ്റ്റാൻഡിങ് ലേഡി. അപ്പോ കുറച്ച് കഴിയുമ്പോഴേക്കും അഞ്ജലിയും കൂട്ടി അങ്ങോട്ടേക്ക് വന്നാൽ മതി. ഓക്കെ? ഓക്കെ, വരാം സാർ. ഓക്കെ, താങ്ക് യു പ്രസാദ്. താങ്ക് യു വെരി മച്ച്. വാ മനുഷ്യ.